എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജ്യൂസാണ്. എഗെയിൻ നമ്മുടെ ഗ്ലൂട്ടാതയോൺ വെച്ചിട്ട് കണ്ടില്ലേ ഈ ഒരു സ്കിൻ വൈറ്റനിങ് ജ്യൂസ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾക്കൊക്കെ 15 വയസ്സിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും കഴിക്കാം കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഗ്ലൂട്ടാതയോൺ നമ്മൾ ഇന്ന് ഇടുന്നില്ല. ഇന്നലെ നമ്മൾ ഓൾറെഡി പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് വേണം നമ്മൾ ആ പൊടി ഇട്ട് കുടിക്കാനായിട്ട്. ഇന്ന് നമ്മൾ ഈ ഒരു ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. കണ്ടില്ലേ കിഡിലൻ ജ്യൂസാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എപ്പോഴാണ് കുടിക്കേണ്ടത് എന്നത് നമുക്ക് നോക്കാം. ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് 2 തക്കാളി വേണം. ഇത് അത്യാവശ്യം ഇതൊരു വലിയ തക്കാളിയും ഇതൊരു ചെറിയ തക്കാളിയാണ്. നിങ്ങൾ വലിയ തക്കാളിയാണ്, അത്യാവശ്യം വലിയൊരു തക്കാളിയാണെങ്കിൽ ഒരു വലിയ തക്കാളി മതി. അപ്പോൾ 2 തക്കാളി, ഒരു വലിയ ക്യാരറ്റ്, ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ 2 ക്യാരറ്റ് എടുക്കണം. ഒരു കുഞ്ഞു പീസ് ബീട്രൂട്ട്, ഇത്രയും ഒരു പീസ് ബീട്രൂട്ട്, ഒരു ഹാഫ് ലെമൺ, ഈ പീസ് ഇഞ്ചി. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെപ്പറേറ്റ് ജ്യൂസ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ അല്ലാതെ എടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ നല്ലപോലെ അടിച്ച് ഒരു ഗ്ലാസ് ജ്യൂസ് ആക്കുക, ക്യാരറ്റ് ഒരു 1/2 ഗ്ലാസ് ജ്യൂസ്, ബീട്രൂട്ട് ഒരു 1/2 ഗ്ലാസ് ജ്യൂസ്, ഇങ്ങനെ ഇത് 1 ഗ്ലാസ്, ഇത് 1/2 ഗ്ലാസ്, ഇത് 1/2 ഗ്ലാസ് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിക്കണം. കാരണം എന്നാലേ ആ ഒരു ഭയങ്കര കുറുക്കം ഇല്ലാതെ എടുക്കാൻ പറ്റത്തുള്ളൂ. അരച്ചെടുത്തിട്ട് ഇഞ്ചിയും കൂടെ ചെറിയ പീസസ് ആക്കി അതിനകത്ത് ചേർത്ത് അരച്ചെടുക്കാം. ലെമൺ ലാസ്റ്റ് നമ്മൾ പിഴിഞ്ഞൊഴിച്ചാൽ മതി, അതിനകത്ത് ചേർത്ത് അരയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ബീട്രൂട്ട്, ടൊമാറ്റോ, ക്യാരറ്റ് ഇതെല്ലാം കൂടെ അരച്ച് ജ്യൂസ് ആക്കി എടുത്തിട്ട് ബാക്കി നമുക്ക് കാണിക്കാം. അപ്പോൾ ഞാൻ അടിച്ച് ജ്യൂസാക്കി അരിച്ചാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അരിക്കാതെ കുടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അതാണ് നല്ല ഫൈബർ കണ്ടന്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ അരിച്ചാണ് എടുത്തേക്കുന്നത്. ഏകദേശം 400 ml ജ്യൂസ് ഉണ്ട്. കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/2 ലെമൺ പിഴിഞ്ഞൊഴിക്കാം. ഒരു 1/2 ലെമൺ പിഴിഞ്ഞൊഴിക്കാം. മധുരം ആവശ്യത്തിനാണ്. ഇതിന് ഓൾറെഡി നമുക്ക് ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, തക്കാളി ഉണ്ട്, എല്ലാത്തിനും ഒരു ചെറിയ മധുരവും പുളിപ്പും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഹണി, അതായത് ആവശ്യത്തിന് നിങ്ങളുടെ മധുരത്തെ ആവശ്യത്തിന് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. നിങ്ങൾ ഹണി കുറച്ച് അധികമായി പോയി എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഹണി ചേർക്കാം. ഇനി ഹണി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പനം കൽക്കണ്ട് വേണമെങ്കിലും ചേർക്കാം. ഒരു സ്പൂൺ പനം കൽക്കണ്ട് നല്ലപോലെ പൊടിച്ചത് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഡ്രിങ്ക്. ഇനി നമുക്ക് ഈ ഒരു ജ്യൂസ് കണ്ടോ, ഈ ഒരു ജ്യൂസിൻ്റെ ഇത് കണ്ടോ, കളറൊക്കെ കണ്ടോ നിങ്ങൾ, എന്ത് രസമുള്ള കളറാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ബാഡ് ടേസ്റ്റും ഇതിനില്ല. ഗുഡ് ടേസ്റ്റ് ആണ്, നല്ലതാണ്. ഇത് നിങ്ങൾ കുടിക്കേണ്ട സമയം എന്ന് പറയുന്നത് മോർണിംഗ് കുടിക്കുക. എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറ മോളെ. ഹണി ഇട്ടിട്ടുണ്ടല്ലേ, നല്ല ടേസ്റ്റാണ്. ലെമൺ, ഹണി, ബീട്രൂട്ട്, ക്യാരറ്റ് ഇതെല്ലാം തന്നെ സ്കിന്നിന് നല്ല കളർ കൊടുക്കുന്നതാണ്. ഇത് നിങ്ങൾ ഡെയിലി കുടിക്കാം. ഇത് പക്ഷേ ബീട്രൂട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഓൾട്ടർനേറ്റീവ് ചിലന്ന് പറഞ്ഞാൽ എല്ലാ ഇതും നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കണ്ടിന്യൂറ്റി ആക്കാൻ പാടില്ല. ഇന്ന് നമ്മൾ ഗ്ലൂട്ടാതയോണിന്റെ പൗഡർ ഇടുന്നില്ല, പകരം നമ്മൾ ഈ ഒരു ജ്യൂസ് മാത്രമായിട്ട് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുക. നിങ്ങളുടെ വീട്ടിൽ നല്ല ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ തീർച്ചയായിട്ടും കൊടുക്കണം. നിന്റെ എക്സ്പീരിയൻസ് പറയുക. എന്റെ എക്സ്പീരിയൻസ് ഇത്രയുള്ള ജ്യൂസിനെ ഇത്രയാക്കി, അപ്പൊ തന്നെ അറിയാലോ എന്റെ എക്സ്പീരിയൻസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആക്ച്വലി എനിക്ക് ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കയ്പൊക്കെ വരും, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആണ്, സൂപ്പർ ടേസ്റ്റ് ആണിത്. എല്ലാവർക്കും കുടിക്കുന്ന മാതിരിയായിരിക്കും, കൊച്ചുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മാതിരിയായിരിക്കും. ആ തേനിന്റെ ടേസ്റ്റ് സൂപ്പറാണ്, അതൊരു സ്വീറ്റ്നെസ് തരുന്നു. പക്ഷെ ഇന്നലെ ആരൊക്കെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു 10 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഗ്ലൂട്ടാതയോൺ കുടിക്കാമോ എന്ന്. പക്ഷെ 10 വയസ്സുള്ള കുട്ടികൾക്കൊന്നും വേണ്ട. ഒരു 15 വയസ്സിന് മുകളിലുള്ളവർക്ക് ഗ്ലൂട്ടാതയോൺ കുടിച്ചാൽ മതി. ഈ ജ്യൂസ് വേണമെങ്കിൽ 10 വയസ്സുള്ള കുട്ടികൾക്കും കുടിക്കാം കേട്ടോ, കുഴപ്പമില്ല. കണ്ടിന്യൂസ് നമ്മൾ ഇതൊരു ശീലമാക്കണം. ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ട് ഇന്ന് മാത്രം നിങ്ങൾ കുടിക്കുകയല്ല ചെയ്യേണ്ടത്, ഇതൊരു ശീലമാക്കിയിട്ട് കുടിച്ചിട്ടേ ഇരിക്കണം. കിഡിലൻ സ്കിൻ വൈറ്റനിങ് ഡ്രിങ്ക് ആണ്. ഇതെല്ലാം പരീക്ഷിക്കുന്ന ആളാണ് ഇവിടെ ഒരാൾ ഇരിക്കുന്നത്. അയാൾക്കാണ് പരീക്ഷിച്ച് കൊടുക്കാറുള്ളത്. ഗ്ലൂട്ടാതയോണും കൊടുക്കാം എന്നാണ് എൻ്റെ ഒരു നാളെ തൊട്ട് ഗ്ലൂട്ടാതയോൺ അവക്കും കൊടുത്ത് ശീലിക്കണം. അപ്പോൾ എൻജോയ് യുവർ ഫുഡ്. ഓക്കെ, വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലേ? വീഡിയോ ലൈക്ക് ഷെയർ ഒന്നും പറയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ജ്യൂസ് കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.